ഹലോ, വെൽക്കം ടു ദിവ്യാസ് ഡയറീസ്. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ചന സാലഡ് ആണ്. പ്രോട്ടീൻസും വൈറ്റമിൻസും ഒക്കെയുള്ള വെയിറ്റ് ലോസിനൊക്കെ പറ്റിയൊരു ഹെൽത്തി സാലഡ് ആണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് 1 കപ്പ് ചന എടുത്തിട്ടുണ്ട്, അതായത് വെള്ളക്കടല, ചിക്പീസ് എന്നും പറയും. ചിക്പീസിന് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. ഇതിൽ വൈറ്റമിൻസും മിനറൽസും ഫൈബറും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇത് ഡൈജഷനും വെയിറ്റ് ലോസിനും ഒക്കെ നല്ലതാണ്. ഇത് നന്നായിട്ട് കഴുകിയെടുത്ത് വെച്ചിട്ടുള്ളതാണ്. ഇത് 8 മണിക്കൂറെങ്കിലും വെള്ളത്തിലിട്ട് വെച്ചേക്കണം, അല്ലെങ്കിൽ ഒരു ഓവർനൈറ്റ് വെച്ചാലും മതി. ഞാനിതിപ്പോ രാത്രിയിലാണ് വെള്ളത്തിലിടുന്നത്. എന്നിട്ട് അടച്ചു വെച്ചേക്കുക. അടുത്ത ദിവസം രാവിലെ അതിലെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഒരു കുക്കറിലോട്ട് ചിക്ക് പീസ് ഇടുക. അത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും ഒഴിച്ചു കൊടുക്കണം. ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് കുക്കർ അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ കേൾക്കുന്നിടം വരെ വേവിക്കണം. അത് കുക്കാവുന്ന സമയം കൊണ്ട് കുറച്ച് വെജിറ്റബിൾസ് കട്ട് ചെയ്തെടുക്കാം. ആദ്യം ടൊമാറ്റോസ് ആണ് കട്ട് ചെയ്യാൻ പോകുന്നത്. ഇത് സാലഡ് ടൊമാറ്റോസ് ആണ്. ഇങ്ങനെ പല കളറിലെ ടൊമാറ്റോസ് ഉണ്ട് ഇതില്. നിങ്ങളുടെ കയ്യിൽ ഇതിലത്തെ ടൊമാറ്റോസ് ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, സാധാരണ ടൊമാറ്റോസ് തന്നെ എടുത്താൽ മതി. അതിൽ നിന്നും കുറച്ച് ടൊമാറ്റോസ് കഴുകി എടുത്തിട്ടുണ്ട്. ഇതിനെ ഒന്ന് കട്ട് ചെയ്യട്ടെ. ചെറിയ പീസസ് ആയിട്ട് എല്ലാം ഒരേപോലെ കട്ട് ചെയ്യാൻ നോക്കണം. അപ്പം സാലഡ് കാണാൻ തന്നെ ഒരു ഭംഗി ഉണ്ടാവും. വെജിറ്റബിൾസ് ചേർക്കുന്നതിന് അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല, എല്ലാം ഒന്ന് ബാലൻസ് ആകത്തക്കൊണ്ട് അങ്ങ് എടുത്താൽ മതി. ടൊമാറ്റോസിൽ വൈറ്റമിൻ സി, വൈറ്റമിൻ കെ, പൊട്ടാസ്യം, ഫോളേറ്റ് ഒക്കെ അടങ്ങിയിട്ടുണ്ട്. പിന്നെ സ്കിന്നിന് നല്ലതാണ്. വാട്ടർ കണ്ടന്റ് കൂടുതലുണ്ട് ഇതിൽ. അങ്ങനെ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് ടൊമാറ്റോസിന്. ടൊമാറ്റോസ് ഒക്കെ കട്ട് ചെയ്തെടുത്തു. അടുത്തത് ഒരു വലിയ കുക്കുംബറിന്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. അതിന്റെ കുരുവൊക്കെ കളഞ്ഞിട്ടാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. കുക്കുംബറിന്റെ അറിയാലോ, നല്ലപോലെ വാട്ടർ കണ്ടന്റ് ഉണ്ട്. പിന്നെ സ്കിന്നിനും കണ്ണിനും ഒക്കെ നല്ലതാണ്. അതും കട്ട് ചെയ്തെടുത്തു. ഇനി ക്യാപ്സിക്കം. ഞാനിവിടെ 3 കളറിലെ ക്യാപ്സിക്കം ആണ് എടുത്തേക്കുന്നത്. ഓരോ ക്യാപ്സിക്കത്തിന് പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ. ഏത് കളറിലെ ക്യാപ്സിക്കം വേണേലും എടുക്കാം. ഇപ്പോൾ ഒരു കളറേ ഉള്ളെങ്കിൽ അത് മാത്രമാണേലും മതി. ഇനി ഇതൊന്ന് കട്ട് ചെയ്യാൻ പോവുകയാണ്. ക്യാപ്സിക്കം ആണെങ്കിൽ സ്കിന്നിനും ഐസിനും പിന്നെ ഹെയർ ഗ്രോത്തിനും ഒക്കെ നല്ലതാണ്. അതേപോലെ തന്നെ ഫാറ്റ് കുറയ്ക്കാനും വളരെ നല്ലതാണ് ക്യാപ്സിക്കം. ഇനിയും കുറച്ച് സാലഡ് ലീവ്സ് ആണ് എടുക്കുന്നത്. ഇതേപോലെ മിക്സ്ഡ് സാലഡ് ലീവ്സ് കിട്ടും. ഇതിലിപ്പം 4 ടൈപ്സ് ഓഫ് സാലഡ് ലീവ്സ് ഉണ്ട്. സ്പിനാച്ച്, ബേബി റെഡ് ലീഫ്, റെഡ് ചാഡ്, മിസൂന. അപ്പൊ ഇത് മൊത്തം എടുക്കുന്നില്ല, ഇതിലെ കുറച്ച് മാത്രമേ എടുക്കുന്നുള്ളൂ. ഇതൊക്കെ ഒരുപാട് ന്യൂട്രിയൻസ് ഒക്കെ ഉള്ള ഇലകളാണ്. ബോൺസിനും കണ്ണിനും പിന്നെ BP ഉള്ളവർക്കൊക്കെ നല്ലതാണ്. വെയിറ്റ് ലോസിനൊക്കെ പറ്റിയ ലീവ്സ് ആണ് ഇതൊക്കെ. സാലഡ് ലീവ്സും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തത് ഒരു ഓണിയൻ ആണ് എടുത്തിട്ടുള്ളത്. അതും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യാം. ഓണിയൻസ് എന്ന് പറയുന്നത് റിച്ച് ഇൻ ഫൈബർ ആണ്. പിന്നെ ഇതിൽ ആന്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട്. കൊളസ്ട്രോൾ ലെവൽ കുറയ്ക്കാനും പിന്നെ BP കുറയ്ക്കാനൊക്കെ വളരെ നല്ലതാണ് ഓണിയൻസ്. ഇനിയും ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് കൊറിയാണ്ടർ ലീവ്സും പാർസ്ലേ ലീവ്സും ആണ്. പാർസ്ലേ ലീവ്സ് എല്ലായിടത്തും കിട്ടുമോ എന്ന് അറിയത്തില്ല, ഉണ്ടെങ്കിൽ ചേർക്കുക. കൊറിയാണ്ടർ ലീവ്സ് ആണെങ്കിൽ കൊളസ്ട്രോൾ കുറയ്ക്കാനും പിന്നെ ഡൈജഷനും ഷുഗർ ലെവൽ കുറയ്ക്കാനും ഒക്കെ നല്ലതാണ്. പാർസ്ലേ ലീവ്സ് ആണെങ്കിലും ബോൺസിനും കിഡ്നിക്കും ഒക്കെ നല്ലതാണ്. ഇവിടെ ഇതേ കൊറിയാണ്ടർ ലീവ്സും പാർസ്ലേ ലീവ്സും ഒക്കെ ഇതേപോലെ കവറിൽ കിട്ടും. ഇതിന്റെ അടിയിൽ ഒരു ചെറിയ പോട്ടുണ്ട്. അപ്പം വെള്ളമൊക്കെ ഒഴിച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ കുറെ നാള് ഇങ്ങനെ തന്നെ ഇരുന്നോളും. അടുത്തത് സാലഡ് ഡ്രസ്സിങ്ങിനായിട്ട് കുറച്ച് ലെമൺ ജ്യൂസ് എടുത്തിട്ടുണ്ട്. ഇത് ഒരു ലെമണിന്റെ ജ്യൂസ് ആണ്. ലെമണ് റിച്ച് ഇൻ വൈറ്റമിൻ സി ആണ്. ഡൈജഷൻ ഒക്കെ വളരെ നല്ലതാണ്. ഇനി ഇതിലോട്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം. ആവശ്യത്തിന് ഉപ്പൊടി ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ ചേർക്കുമ്പോൾ ശ്രദ്ധിച്ചോണം, ടേസ്റ്റ് ഒക്കെ നോക്കിയിട്ട് വേണം ചേർക്കാന്. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. അടുത്തത് സാലഡ് തയ്യാറാക്കാൻ തുടങ്ങാം.
അപ്പം ദേ ചിക്ക് പീസ് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇതിലെ എക്സ്ട്രാ വാട്ടറൊക്കെ കളഞ്ഞിട്ട് എടുത്ത് വെച്ചിട്ടുള്ളതാണ്. ഇത് ഒരുപാട് വെന്ത് പോകേണ്ട കാര്യമൊന്നുമില്ല. ദേ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ ഒന്ന് ഉടഞ്ഞു കിട്ടിയാൽ മാത്രം മതി, അല്ലാതെ ഒരുപാട് വേവിക്കണ്ട. ഇനിയും സാലഡ് തയ്യാറാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഒരു ബൗളിലോട്ട് നമ്മൾ തയ്യാറാക്കിയ ഓരോ സാധനങ്ങളും ഇട്ട് കൊടുക്കാം. ആദ്യം ചിക്ക് പീസ് ഇട്ട് കൊടുക്കാം. അടുത്തത് ഓണിയൻ, capsicum, cucumber, tomatoes, salad leaves, coriander leaves, parsley leaves. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നേരത്തെ തയ്യാറാക്കി വെച്ച സാലഡ് ഡ്രസ്സിംഗ് കൂടി ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. വേണമെങ്കിൽ ഇതിലോട്ട് കുറച്ച് മുളക് പൊടിയോ ചാട്ട് മസാലയോ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം കുറച്ചുകൂടി ടേസ്റ്റ് തോന്നിക്കും. അങ്ങനെ വെയിറ്റ് ലോസിനെ പറ്റിയ നല്ല ഹെൽത്തി ചന സാലഡ് റെഡി ആയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു സാലഡാണ്. നല്ല ടേസ്റ്റി സാലഡ് കൂടിയാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ വരും, അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. ഓക്കെ, ബൈ, താങ്ക് യു.